ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാൽ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ അടിപൊളി വിശേഷമാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്നൊരു ദിവസമായിരുന്നു ഇന്നലത്തെ വിശേഷത്തിൽ നമ്മുടെ രോഹിത് പുറത്തിറങ്ങുന്ന ന്യൂസ് അറിഞ്ഞിട്ട് ബാലചന്ദ്രന് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. അലീനയോട് നന്ദി പറയുന്ന ആ ഒരു രംഗമായിരുന്നു അവസാന സീന്. അങ്ങനെ മോളെ, നീ ആയിരുന്നു ശരി, നീ തന്നെ ആയിരുന്നു ശരി, അത് ഈ അച്ഛൻ അറിഞ്ഞില്ല മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ സാരമില്ല പോട്ടെ, ഏതായാലും നമ്മുടെയൊക്കെ പ്രാർത്ഥന കേട്ടല്ലോ, രോഹിത്തിന് ജാമ്യം കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യല്ലേ. പിന്നെ എനിക്കറിയാം ശരണ്യ ആരാണെന്നും ശരണ്യ എന്താണെന്നും ഒക്കെ എനിക്ക് 2-3 ദിവസം കൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലായതാ. അവളെ പാവ ഒരു പെൺകുട്ടിയാ, പഞ്ചപാവ. അവളുടെ മനസാക്ഷിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ശരി തന്നെ ആയിരിക്കും ഇത്. ഇല്ലെങ്കിൽ അവൾക്ക് ഈ ജീവിതകാലം മുഴുവൻ സ്വസ്ഥതയും സമാധാനവും കിട്ടുമോ? അതാ ഞാൻ പറഞ്ഞത്, അവൾ കോടതിയിൽ ഒരിക്കലും കള്ളം പറയില്ല എന്ന്. ഈ 3 ദിവസം കൊണ്ടാണെങ്കിലും അവളെ ഞാൻ നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് അളന്നു. പാവക്കുട്ടിയ, ആരും എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ഉൾക്കൊള്ളും, അനുസരിക്കും. അതുകൊണ്ട് തന്നെയാ ആ പെൺകുട്ടിക്ക് ഇതൊക്കെ സംഭവിച്ചു പോയത്. ഏതായാലും ദൈവം കാത്തില്ലേ, എല്ലാവരും നമുക്ക് തുണയായില്ലേ, അത് തന്നെ വലിയ കാര്യം. അച്ഛന് സന്തോഷമായില്ലേ, എനിക്കത് മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സന്തോഷമായി മോളെ. പക്ഷേ പക്ഷേ മോളെ, ഞാന് എൻ്റെ മോനെ എങ്ങനെ ഇറക്കിക്കൊണ്ട് വരും ഈ സമൂഹത്തിന്റെ മുമ്പിൽ? എൻ്റെ മോനെ എങ്ങനെ കാണിക്കും ഈ സമൂഹത്തിന്റെ മുമ്പിൽ? അവൻ എങ്ങനെ നിൽക്കും? അവൻ എല്ലാവരുടെയും മുഖത്ത് എങ്ങനെ നോക്കും? ഓ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ പോട്ടെ, അതൊക്കെ പിന്നെയുള്ള കാര്യമല്ലേ. ഇപ്പൊ നമുക്ക് രോഹിത്തിനെ കിട്ടി, അച്ഛന്റെ മോനെ കിട്ടിയിരിക്കുന്നു. ഇനി അവൻ നമ്മൾ വീട്ടിൽ കൊണ്ടുപോവാണ്. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ഇനി ശരണ്യുണ്ട്. ശരണ്യ തന്നെയാ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം പത്രത്തിന്റെയോ സോഷ്യൽ മീഡിയയുടെയോ ഒരു സഹായവും നമുക്ക് ആവശ്യമില്ല. ആ പെങ്കൊച്ചിനെ നമ്മൾ വെറുതെ എന്തിനാ ഇനിയും ഇട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അതുകൊണ്ടാ നമുക്കറിയാലോ രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. രോഹിത് തെറ്റ് ചെയ്യാതെ ഒരിക്കലും രോഹിത്തിന് ജാമ്യം കിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. ചിലപ്പം ചിലരൊക്കെ പറയുമായിരിക്കും പണത്തിന്റെ കൂടുതൽ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ സ്വാധീനം കൊണ്ടും ഒക്കെയാണ് രോഹിത്തിനെ പുറത്തിറക്കിയത് എന്ന്. പക്ഷെ അതൊന്നുമല്ല വാസ്തവമെന്ന് നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും ഒക്കെ അറിയാം. പതിയെ ഇതൊക്കെയൊക്കെ മാഞ്ഞു പോകുന്നേ. കാലം മായ്ക്കാത്ത മുറിവുകളുണ്ടോ അച്ഛ? അതുകൊണ്ട് നമുക്ക് രോഹിത്തിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലണം. അവനെ ഒന്ന് മാറ്റിയെടുക്കണം. അതാ ഇനി വേണ്ടത്. ഇനി രോഹിത്തിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് വേറൊന്നും നോക്കണ്ട. പിന്നെ ശരണ്യ, അവളോട് എനിക്കൊരു നന്ദി പറയണം. ഞാനും കുറച്ചൊന്ന് പതറിപ്പോയായിരുന്നു അച്ഛാ. ഇനി അവള് സത്യങ്ങൾ പറഞ്ഞില്ല എങ്കിലോ എന്നൊക്കെ മനസ്സിൽ എനിക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ ബ്രിജിത്താമ്മ പകർന്നു തന്ന ധൈര്യം, ആ ധൈര്യം എന്നിലുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ ആ പ്രതീക്ഷയോട് കൂടി തന്നെ അച്ഛൻ്റെ മുമ്പിൽ അടിയുറച്ച് നിന്നത്. ഞാൻ അച്ഛൻ്റെ മുമ്പിൽ ധൈര്യം തന്നു നിന്നത്. പക്ഷെ ആ ധൈര്യത്തിന് ഒരു കുറവുണ്ടാകാതെ കാത്തു സൂക്ഷിച്ചത് എൻ്റെ ബ്രിജിത്താമ്മ തന്നെയാ. എൻ്റെ ബ്രിജിത്താമ്മ പഠിപ്പിച്ച ഓരോരോ കാര്യങ്ങൾ തന്നെയാ. നമുക്ക് രോഹിത്തിനെ കാണണ്ടേ? അവനെ ഇനി എപ്പോഴായിരിക്കും കൊണ്ടുപോകാൻ പറ്റുക? ഓ, അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ കാണും മോളെ. പെട്ടെന്ന് അങ്ങോട്ട് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടു തരത്തൊന്നുമില്ല. അതിന് പല ഘട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജാമ്യം കിട്ടത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അലീനയോട് പറയാണ്. ഏതായാലും ഈ വിവരം ശിവശങ്കര മേനോനും അതുപോലെ മനുവും ശിവശങ്കര മേനോന്റെ വക്കീലൊക്കെ അറിഞ്ഞല്ലോ. ശിവശങ്കര മേനോനെ വന്ന് കാണുകയാണ്. എന്നിട്ട് ശിവശങ്കര മേനോനോട് വന്ന് പറയാണ്, അത് പിന്നെ കാര്യം കുറച്ച് കഷ്ടമായി പോയി, നമ്മൾ വിചാരിച്ചെടുത്തൊന്നും നിൽക്കത്തില്ല എൻ്റെ പൊന്ന് സാറിന്റെ മകൻ ചെയ്തു വെച്ചിരിക്കുന്ന അതുപോലെയുള്ള കാര്യമല്ലേ. താൻ എന്താണോ ഈ പറഞ്ഞു വരുന്നത്? അവന് ജാമ്യം കിട്ടിയില്ലെന്നാണോ? ഏയ്, അവന് ജാമ്യം കിട്ടിയില്ല സാറേ, അവനും കിട്ടിയില്ല, ബാക്കി 2 കൂട്ടുകാർക്കും കിട്ടിയില്ല. ജാമ്യം കിട്ടിയതുണ്ടല്ലോ ആ ബാലചന്ദ്രന്റെ മകന്. അവൻ തെറ്റ് ചെയ്തിട്ടില്ല അത്രേ. ആ പെങ്കൊച്ച് അവൻ തെറ്റ് ചെയ്തിട്ടില്ല, ആ ചെറുക്കൻ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ കോടതി മുമ്പാകെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് കോടതി കേട്ടു കഴിഞ്ഞാൽ പിന്നെന്താ, നിരപരാധിയെ ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ലല്ലോ. കുറെ ബന്ധുക്കളോ സമുദായക്കാരോ
അതുപോലെ തന്നെ പോലീസുകാരും ഒക്കെ കൂടി ചേർന്ന് നിർബന്ധിച്ചാണ് അത്ര രോഹിത്തിന്റെ പേര് പറയാൻ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞത്. അങ്ങനെയാണ് ആ പെങ്കൊച്ച് ആദ്യം രോഹിത്തിന്റെ പേര് ഉൾപ്പെടുത്തിയത് എന്നും ഇതിന് പോലീസുകാരും സമുദായക്കാരും ഒക്കെ ഇനിയിപ്പം ഉത്തരം പറയേണ്ടി വരും എന്നാണ് തോന്നുന്നത്. എല്ലാവരും കുടുങ്ങുന്ന മട്ട. പോലീസുകാരൊക്കെ മിക്കവാറും നീന്തി തുടിക്കും. ഏതായാലും കേസ് ഇവിടെ ഒന്നും നിൽക്കൂലെന്നാ തോന്നുന്നത്. എന്താണെന്ന് അറിയത്തില്ല ആ പെങ്കൊച്ചി ഇങ്ങനെ പറയാൻ കാരണം. ഇനിയിപ്പം രോഹിത് നിരപരാധി ആണെങ്കിലായിരിക്കും ചിലപ്പോ പോലീസ് നീന്തി തുടിക്കുക. ആ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, ഓ തന്നെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതായി പോയല്ലോടോ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ നിങ്ങളുടെ വക്കീലാണ്, എനിക്ക് വാദിക്കാൻ പറ്റും. പ്രതിയുടെ വക്കീലിനെ കിട്ടാവുന്ന വില എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്നിട്ടും ഈ പ്രതിയുടെ വക്കീലാകുന്നത് വേറൊന്നും കൊണ്ടും അല്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും കേസ് കിട്ടും, അത് ഞങ്ങൾ ഏറ്റെടുക്കും. അതിപ്പം പ്രതിയാണോ വാദിയാണോ എന്നൊന്നും ഞങ്ങൾ നോക്കാറില്ല. ഏതായാലും ഇനിയിപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഇനിയിപ്പൊ ആ പെണ്ണിനെ കൊണ്ട് വല്ല സ്വാധീനമൊക്കെ ചെലുത്തി മൊഴി മാറ്റി പറയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പം ബാലചന്ദ്രനും അതായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ വക്കീൽ പറയാണ്, നമ്മുടെ ശിവശങ്കര മേനോൻ. എന്തെങ്കിലും വക്കീല് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, ഓ എന്റെ പൊന്നച്ച ബെസ്റ്റ് വക്കീല്. ആദ്യം ഒരു കാര്യം ഓർക്കണം, രോഹിത് നിരപരാധിയായിട്ട് തന്നെയാണ് രോഹിത്തിന് ജാമ്യം കിട്ടിയത്. ഏതായാലും ഞാന് ഇപ്പം അങ്കിളിനൊന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ, ബാലചന്ദ്രന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് മനു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ മനുവിനെ കണ്ടിട്ട് സന്തോഷം സഹിക്കാൻ പറ്റാതെ, മനു രോഹിത്തെ രക്ഷപ്പെട്ടടാ, അവന് ജാമ്യം കിട്ടിയിടാന്ന് പറയുമ്പോൾ, ഞാൻ അറിഞ്ഞു അങ്കിളെ, രോഹിത്തിന് ജാമ്യം കിട്ടിയല്ലേ, ആ പെങ്കൊച്ച് മൊഴി മാറ്റി പറഞ്ഞല്ലേ. അപ്പോഴത്തേക്കും അലീനയും പറഞ്ഞു, അതേ മനുവേട്ടാ, ആ പെങ്കൊച്ച് മൊഴി മാറ്റി പറഞ്ഞു. ഞാൻ ആരോടൊക്കെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളല്ലേ നന്ദി പറയേണ്ടത് അലീന, നീ ആരോട് നന്ദി പറയാനാ? ഞങ്ങളല്ലേ നിന്നോടും അതുപോലെ നിന്റെ ശരണ്യോടും ഒക്കെ നന്ദി പറയേണ്ടത്. നീ അന്ന് ആ വീട്ടിൽ പോയതിന് ഒരുപാട് എതിർത്തിട്ടുണ്ട്. ഞാനും ബാലചന്ദ്രൻ അങ്കിളും എല്ലാവരും ഒരുപാട് നിന്നെ എതിർത്തിട്ടുണ്ട്. പോകണ്ട, എന്തിനാ പോകുന്നേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മനസ്സിൽ നീ പോകുന്നുണ്ടെങ്കിലും എനിക്കും ഒരു വെറുപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത്, നീ പോയത് കൊണ്ടല്ലേ എല്ലാ സത്യങ്ങളും തുറന്ന് ഇപ്പോൾ ആ പെങ്കൊച്ചു പറഞ്ഞത്. നീ പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. നീ എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റ് അലീന, നീ എടുക്കുന്ന തീരുമാനങ്ങളെ അതിനൊരു വ്യത്യാസവും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ ഉണ്ടായത്, രോഹിത്തിന് ജാമ്യം കിട്ടിയില്ലേ? അല്ല, ഹരീനെ കണ്ടായിരുന്നോ എന്നിങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കാണ് മനുവിനോട്. ആ അവന് കണ്ടായിരുന്നു, എനിക്കറിയായിരുന്നു ഇവിടെ വന്നപ്പോ ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല എന്ന്. അവനല്ലേ ഇതിന്റെ മുഖ്യപ്രതി, അവന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ പെൺകുച്ചിനെ വിളിച്ചോണ്ട് കൂട്ടുകാർക്ക് കാഴ്ച കൊടുക്കേണ്ടത്? അതുകൊണ്ട് എനിക്കിതില് ഭയങ്കരമായിട്ടും എന്താ പറയാ ഒരിതും തോന്നുന്നില്ല. പിന്നെ അച്ഛനാണല്ലോ, അതിൻ്റെതായ സങ്കടവും വേദനയും അച്ഛന് കാണുമായിരിക്കും. ഇനിയിപ്പം വീട്ടിൽ ചെല്ലുമ്പോ അമ്മയ്ക്കും കാണുമായിരിക്കും. പിന്നെ അമ്മയുടെ കാര്യം അറിയാലോ, തലയ്ക്ക് അസൂയയും കുശുമ്പും എന്താ പറയാ, അത്രയും കുത്തി നിറച്ചൊരു സാധന വീട്ടിൽ ഇരിക്കുന്നത്. രോഹിത് ഹരി ഇറങ്ങിയില്ല എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു പിരിമുറുക്കം ഉണ്ടല്ലോ, ആ പിരിമുറുക്കം ഏതായാലും അമ്മയ്ക്ക് വരും. ആ പിരിമുറുക്കം മാറ്റാൻ എന്നെ കൊണ്ടോ അച്ഛനെ കൊണ്ടോ ഒന്നും പറ്റത്തില്ല. അതെ, ജന്മനാൽ കിട്ടിയ പിരിമുറുക്ക, അത് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാ എന്നൊക്കെ. ഏതായാലും ഈ സമയത്ത് വക്കീൽ വന്നിട്ട് നമ്മുടെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ഇവിടത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പം നമ്മുടെ ആരെയാ രോഹിത്തിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ, അതായത് ജാമ്യം കിട്ടി പുറത്ത് ഇറക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നുണ്ട്. ഏതായാലും ആ ഒരു ഭാഗവും സംഭവങ്ങളും ഒന്നും കാണിക്കുന്നില്ല. കാരണം പെട്ടെന്ന് ജനങ്ങൾ രോക്ഷം കൊള്ളും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രോഹിത്തിനെ കൊണ്ടുപോകണമെങ്കിൽ അത്രയ്ക്ക് സേഫ് ആയിട്ട് വേണം കൊണ്ടുപോകാൻ. ഇതിന്റെ കൂടെ നമ്മുടെ അലീനയല്ല, ശരണ്യ എന്റെ ദൈവമേ, ഇതിന്റെ പേരിൽ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും എന്താ പറയുക, എല്ലാരിൽ നിന്ന് പ്രഷറാണ് നമ്മുടെ ശരണ്യ അനുഭവിക്കുന്നത്. കോടതിയിൽ വെച്ച് തന്നെ തുടങ്ങുകയാണ്, വക്കീല് തന്നെ പറഞ്ഞു തുടങ്ങുകയാണ്. കാരണം വക്കീൽ തന്നെ പറയുന്നുണ്ട്, ഇവള് കാരണമാണ് ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത്, ഒരാളും കൂടെ കുറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം ഇതിന്റെ പേരില് അവർ കയറി പിടിച്ചിട്ട് മറ്റവരും നിരപരാധികളാണ് എന്ന് പറഞ്ഞ് വല്ല പരാതിയും കൊടുത്ത് അവരുടെ വക്കീല് അതിനൊക്കെ ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ ചിലപ്പം എന്ത് സംഭവിക്കും, മിക്കവാറും ബാക്കി 3 പ്രതികൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. കൊച്ചെ, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നീ അതിജീവിതയൊക്കെ തന്നെയാണ്, പക്ഷെ നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ല, നിന്റെ നാക്ക് ശരിയല്ല. നീ എന്തിനാ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്? അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവൻ തെറ്റുകാരനല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അത് പിന്നെ അവൻ എന്നെ റേപ്പ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ അവൻ എങ്ങനെയാ തെറ്റുകാരനാവുന്നത്? ഓ, തെറ്റുകാരനല്ല, അവൻ റേപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ പെങ്കൊച്ചെ, നിനക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരിൽ ഒരാള് അവനും കൂടെ തന്നെയാ. അവനും അവിടെ ഉണ്ടായിരുന്നു.
അവനും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവനെന്തോ നിന്നെ റേപ്പ് ചെയ്തിട്ടില്ല, ശരിയായിരിക്കാം, പക്ഷേ അവന് പുറം ലോകത്തെ അറിയിക്കായിരുന്നല്ലോ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്ന്. ആരെങ്കിലും അറിയിക്കായിരുന്നല്ലോ, പക്ഷെ അവൻ അറിയിച്ചോ? അപ്പൊ അവനും കൂടെ ഇതിൽ പ്രതിയല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരണ്യ ഒന്നും മിണ്ടുന്നില്ല, ഒത്തിരി സംസാരിക്കുന്നില്ല. അപ്പോഴത്തേക്ക് ശരണ്യയുടെ അച്ഛനും അമ്മയും ശരണ്യനെ അതും ഇതും ഒക്കെ പറയണം. അമ്മയൊന്നും പറയുന്നില്ല കേട്ടോ. ശരണ്യയുടെ അച്ഛനും അതും ഇതും ഒക്കെ പറയണം. സമുദായക്കാര്, പാർട്ടിക്കാര്, ഞാൻ ഇനി ആരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും? നീ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് നിനക്ക് അറിയാമോ? അവിടുന്ന് വന്നപ്പോ ഞാൻ വേദം ഓതുന്ന പോലെ ഓതിയതല്ലേ, പറയരുത് 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 എന്ന്. എന്നിട്ട് അവൾ ഓരോന്നും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങി പൊക്കോ, എന്റെ വീട്ടിലേക്ക് കയറണ്ട, അതാ നല്ലത്. ഓരോന്നും ഉണ്ടാക്കി വെച്ച് എവിടെയോ പോയി ഒരു കാമുകനെ ഉണ്ടാക്കി. ലാസ്റ്റ് ഇപ്പം എനിക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും കിടക്കപ്പുറതിയില്ല. ഇനിയിപ്പം വീട്ടിലായിരിക്കും എല്ലാവരും വരാൻ പോകുന്നത്. രാഷ്ട്രീയക്കാരോടും സമുദായക്കാരോടും ഞാൻ എന്താ പറയുന്നത്? നീ എല്ലാവരെയും ചുട്ട് എരിക്കുന്ന പോലെ ആയി പോയില്ലേ ശരണ്യ എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യയുടെ അച്ഛൻ അതും ഇതും ഒക്കെ പറയാണ് കേട്ടോ. നമ്മൾ പറയുന്ന ഡയലോഗ്സിന് വ്യത്യാസം കാണും കേട്ടോ. കാരണം നമുക്ക് കഥ ഇന്നത്തെ ഫുൾ വിശേഷം കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ പറയുന്ന ഈ ഡയലോഗ്സിലാണ് വ്യത്യാസം കാണുന്നത്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നതും നിങ്ങൾ കാണുന്നതും വ്യത്യാസമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡയലോഗ് സഹിതം കിട്ടത്തില്ല. കഥ എങ്ങനെയാണ് എന്ന് ആകെ ഒരു കഥയുടെ ആ ഒരു സ്ട്രക്ചർ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഫുള്ള് ഡയലോഗ് സഹിതം നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് കഥ വേറെയാണ്, നമ്മൾ പറയുന്നത് വേറെയാണ്. പക്ഷെ രാവിലെ ഫുൾ വിശേഷം വരുമ്പോൾ നമ്മൾ വിത്ത് ഡയലോഗ് സഹിതം വിടാറുണ്ടെന്നും. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രനോട് അലീന പറയുന്നുണ്ട്, എനിക്ക് ഇപ്പൊ ശരണ്യനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ, മോളെ ഇപ്പൊ പോയി കാണണോ? കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതല്ലേ. അവരുടെ വീട്ടുകാർക്ക് ചിലപ്പം നിന്നോട് ദേഷ്യമൊക്കെ കാണുമായിരിക്കും. നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ചിലപ്പോൾ തോന്നുന്നു പറഞ്ഞപ്പോൾ, ആർക്ക് എന്നോട് ദേഷ്യം വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ചെയ്തത് തെറ്റല്ല, ഞാൻ ചെയ്തത് ശരിയാണെന്ന് വ്യക്തമായിട്ട് എനിക്കും എന്റെ മനസാക്ഷിക്കും അറിയത്തില്ല അച്ഛാ. പിന്നെ എന്തിനാ ഞാൻ ആരെയാ പേടിക്കുന്നത്? മാത്രമല്ല പാവം ആ പെങ്കൊച്ചിനെ ഇനി എല്ലാവരും ഇട്ട് വട്ട് തട്ടുമായിരിക്കും. സമുദായക്കാരും രാഷ്ട്രീയക്കാരും എല്ലാവരും അവളുടെ പുറകെ തന്നെ ആയിരിക്കും. അവൾ മൊഴി മാറ്റി പറഞ്ഞതില് അവളെ എല്ലാവരും കൂടെ ചേർന്നുണ്ടല്ലോ. അതുപോലെ അവളുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ കൊണ്ട് ദ്രോഹിക്കുമായിരിക്കാം. അതൊക്കെ സഹിക്കാനും അതൊക്കെ അവൾക്ക് താങ്ങാനും ഒക്കെ കഴിവുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ വേണോ അച്ഛ, അവളുടെ അടുത്ത് ഞാൻ വേണം എന്ന് പറയുമ്പോഴത്തേക്കും മനു പറഞ്ഞു, അലീന വേണ്ട, ഇപ്പം അതിന്റെ ആവശ്യമില്ല. കാരണം നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ നീ ഇപ്പൊ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും അലീന, അതുകൊണ്ടാ പറയുന്നതെന്നൊക്കെ നമ്മുടെ മനു പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഏതായാലും അലീന പോകൂല്ലോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അലീന ഇനിയിപ്പം ശരണ്യനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെന്നാൽ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? രോഹിത് ഏതായാലും ജാമ്യം കിട്ടി തിരിച്ച് വീട്ടിലെത്തുകയാണ്. ഏതായാലും രോഹിത് വീട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ രോഹിത്തിനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും വല്ലാത്തൊരു അവസ്ഥയിലാണ് രോഹിത് ഉള്ളത്. രോഹിത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അങ്ങനെ രോഹിത് വീട്ടിൽ വന്ന് ഇറങ്ങി നേരെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ബബിതയൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി രോഹിത് വന്നതിന്റെ ആ ഒരു സന്തോഷമാണ്. അപ്പം രോഹിത്തെ എന്നൊക്കെ വിളിച്ച് ഭയങ്കര സന്തോഷം കാണിക്കുമ്പോഴത്തേക്ക് രോഹിത് മുഖത്തൊരു പുഞ്ചിരി പോലും ഇല്ലാതെ, ആരുടെയും മുഖത്ത് പോലും നോക്കാതെ, ഒന്നും സംസാരിക്കാതെ നേരെ മുറിയിൽ പോയി വാതിലടച്ചിട്ട് ഇരുന്ന് ഒരു ഭ്രാന്തനെ പോലെ ഇരുന്ന് പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മുടെ രോഹിത്തിന്. രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല, ഇത്രയും നാളും ജയിലിൽ കിടന്നു. പിന്നെ രോഹിത്തും ഇതിനൊരു പാർട്ടാണല്ലോ, രോഹിത്തും തെറ്റുകൾ ചെയ്യുന്നതിലേക്ക് വഴി നയിച്ച ഒരു പാർട്ടാണല്ലോ. അപ്പൊ ആ ഒരു മനോവിഷമം അവന്റെ മനസ്സിൽ കാണുമായിരിക്കാം. ഏതായാലും രോഹിത്ത് ഇനി മാറുമോ? രോഹിത്ത് അതോ പഴയ രോഹിത്ത് തന്നെ ആയിരിക്കുമോ? രോഹിത്തിന്റെ മാറ്റം എങ്ങനെയായിരിക്കും? നമ്മുടെ അലീനയെ കൊണ്ട് രോഹിത്തിനെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. ബബിത നേരെ വിളിച്ചു പറയുന്നുണ്ട് വൈജയോട്. ഏതായാലും വൈജയ്ക്ക് ഇതറിയുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ്. അമ്മേ, രോഹിത്തിന് ജാമ്യം കിട്ടി എന്ന് പറയുമ്പോൾ അയ്യോ, വൈജയ്ക്ക് ഉണ്ടാവുന്ന സന്തോഷം എന്തൊക്കെ പറഞ്ഞാലും ഒരമ്മയാണല്ലോ. ആ പെറ്റ വയറിന്റെ വേദന എന്താണെന്ന് ഒരമ്മയ്ക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വൈജ വല്ലാത്തൊരു സന്തോഷത്തിലും, എന്താ പറയാ, ആ അസുഖമായിട്ട് കിടന്ന് നമ്മുടെ വൈജയ്ക്ക് കിട്ടുന്ന സന്തോഷം അതിലേറെ സന്തോഷമാണ്. അപ്പൊ അങ്ങനെ അത് അറിയുന്നുണ്ട്. ഏതായാലും നമ്മുടെ കമല ഇത് അറിയുമ്പോഴത്തേക്കും അടുത്ത ആള് ജാമ്യം കിട്ടി വന്നിട്ടില്ല, ഹരിയെ. അയ്യോ, പിന്നെ സമാധാനമില്ല കേട്ടോ. എനിക്കറിയാം ഇത് അലീനയുടെ തന്ത്രം തന്നെയാണ്. അലീന ശരണ്യനെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിച്ചതാണ്. നിങ്ങൾ സഹിച്ചോ എന്ന് പറഞ്ഞ് വീണ്ടും തുടങ്ങുകയാണ് നമ്മുടെ ശിവന്റെ മുമ്പിലെ മറ്റേ അഴിഞ്ഞാട്ടം. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.